പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിൽ ശിരോവസ്ത്രം നിരോധിച്ചതിൽ സർക്കാർ നടപടിയെടുക്കാത്തതിനെതിരെ സമസ്ത. തട്ടം വിവാദത്തിൽ ഒറ്റപ്പാടുകളല്ലാതെ നടപടി ഉണ്ടാകുന്നില്ല. സ്കൂളിന്റെ നടപടി ഭരണഘടനാ ലംഘനമാണെന്നും മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞു. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുണ്ടായത് നല്ല പ്രതികരണം. തട്ടമിടാൻ താൽപര്യമുള്ളവർക്ക് ഇടാൻ അവസരമുണ്ടാകണമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. തട്ടത്തിന്റെ വിഷയത്തിൽ ഇവിടെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് നല്ല പറച്ചിലാണ്, നല്ല ഗൗരവമായ പറച്ചിൽ തന്നെയാണ്. തട്ടമിട്ട ടീച്ചറാണ്, തട്ടമിട്ട കുട്ടിയെ പുറത്താക്കി എന്നുള്ളതാണ്. അത് നല്ല ശൈലിയൊത്ത വാക്കുമാണ്. അതൊക്കെ വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട്. നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയാനായിട്ടില്ല, നടപടി എടുക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലെ, നടപടി ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊരു വർഗീയമായ കാഴ്ചപ്പാടല്ല. രാജ്യത്തിന്റെ നമുക്ക് അനുവദിക്കപ്പെട്ട നിയമത്തിന്റെ ഭാഗമായിക്കൊണ്ട് അത് നടക്കണം. ഈ സംഘർഷാവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാകുന്നില്ല, കാര്യത്തിലേക്ക് എത്തുന്നില്ല. ഒച്ചപ്പാട് ഇങ്ങനെ നടക്കുന്നു, കാര്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഷബീർ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷബീർ, ശിരോവസ്ത്ര വിലക്കിൽ വാക്കുകൾക്കപ്പുറം കടുത്ത നടപടിയിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നതിൽ സമസ്തയ്ക്ക് കടുത്ത എതിർപ്പുണ്ട്. അത് തന്നെയല്ലേ ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? അനീഷ, തീർച്ചയായും ഈ പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ ശിരോവസ്ത്ര നിരോധനവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വാക്കാൽ പറഞ്ഞത് നല്ല കാര്യമാണ്, നല്ല നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പോ മന്ത്രിയോ കടക്കുന്നില്ല എന്ന വിമർശനമാണ് സമസ്ത EK വിഭാഗം, സമസ്ത കേരള ജമീയത്തുൽ ഉലമ മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഉന്നയിക്കുന്നത്. സമസ്തയുടെ പോഷക സംഘടനയായ സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ടേബിൾ ടോക്കിലാണ്. തട്ടത്തിൻ മറയത്തെ വർഗീയതയും ഭരണഘടനയും എന്ന പേരിൽ സംഘടിപ്പിച്ച ടേബിൾ ടോക്കിലാണ് ഉമർ ഫൈസിയുടെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് മന്ത്രിയുടെ പ്രതികരണം നല്ലതാണ്, എന്നാൽ അതിനപ്പുറത്തേക്ക് നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഈ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുക എന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ല, നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പരോക്ഷമായി വിദ്യാഭ്യാസ വകുപ്പിനെ, വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുകയാണ് സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം. ഒപ്പം തന്നെ സ്കൂളിന്റെ പ്രവൃത്തി ഭരണഘടനാ ലംഘനമാണ്, സ്വാഭാവികമായും അതിനെതിരെ നടപടി ഉണ്ടാകണം എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാർക്ക്, ഇതിൽ ഇടപെട്ട രാഷ്ട്രീയക്കാർക്ക് പല തന്ത്രങ്ങൾ ഉണ്ടാകാം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തട്ടമിടാൻ താല്പര്യമുള്ളവർക്ക് അത് ധരിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്നുകൂടിയാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. ഒപ്പം തന്നെയാണ് ഈ പരിപാടിയിൽ സംസാരിച്ച സമസ്തയുടെ കോർഡിനേഷൻ സമിതി അംഗമായിട്ടുള്ള സത്താർ പന്തല്ലൂരും സമാനമായ പ്രതികരണമാണ് നടത്തിയത്. വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹവും ഉന്നയിച്ചത്. അനീഷ.